വെൽക്കം ബാക്ക്. തേർഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ്, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, പവർ മെഷർമെൻറ്റ് ഇൻ 3-phase AC സിസ്റ്റം, ഹീറ്റ് പ്രൊഡക്ഷൻ ഫ്രം ഇലക്ട്രിക് പവർ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ്, ഫങ്ഷൻസ് ഓഫ് ഇൻഡക്ഷൻ ഫർണസസ് ആൻഡ് ആർക്ക് ഫർണസസ്. ഇത്രയും കാര്യങ്ങളാണ് തേർഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ ടോപ്പിക്കായ മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻസും മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസും എന്താണെന്ന് നോക്കാം. നോർമലി മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ, അമ്മീറ്റർ ഇവയെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു മൂവിങ് അയേൺ അല്ലെങ്കിൽ മൂവിങ് കോയിൽ വർക്കിംഗ് പ്രിൻസിപ്പൾ ഉപയോഗിച്ചാണ്. അതിൽ ആദ്യത്തെ ടൈപ്പായ മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ജനറലി യൂസ്ഡ് ടു മെഷർ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ആൻഡ് കറൻറ്റ്സ്. In moving iron instruments, the movable system consists of one or more pieces of specially shaped soft iron which are so pivoted as to be acted upon by the magnetic field produced by the current in the coil. നമുക്കറിയാം, നമ്മൾ ലബോറട്ടറികളിലും അല്ലെങ്കിൽ നോർമലി ഇലക്ട്രിക്കൽ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ എല്ലാം ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പോയിൻ്റർ ഉപയോഗിച്ച് ഇതിലേക്ക് കടത്തിവിടുന്ന കറണ്ട് എത്രയുണ്ടെന്ന് ആ പോയിൻ്റർ റീഡിംഗ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The instrument in which the moving iron is used for measuring the flow of current or voltage is known as moving iron instruments. മൂവിങ് അയേൺ പീസ് അല്ലെങ്കിൽ ഒരു മൂവിങ് അയേൺ വെയിൻ ഉപയോഗിച്ച് ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്, ഒരു അയൺ പീസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തേക്കായി ഈ അയൺ പീസ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലൂടെ, അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. The magnetic field induces by the electromagnet whose strength depends on the magnitude of the current passes through it. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അതിനു മുന്നായി ഒരു മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്നത് ഒരു സോഫ്റ്റ് അയൺ പീസാണ്. ഒരു അയൺ പീസ് അല്ലെങ്കിൽ അതിനെ വെയിൻ എന്ന് പറയും. ആ വെയിനാണ് ഒരു മൂവിങ് എലമെൻ്റായി ഉപയോഗിക്കുന്നത്. The vein is so placed that it can freely move in the magnetic field of the stationary coil. The conductor makes the stationary coil and it is excited by the voltage or current whose magnitude is used to be measured. ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് അടുത്തായി ഒരു അയൺ പീസ് അല്ലെങ്കിൽ അയൺ വെയിൻ വയ്ക്കുന്നു. ആ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കടത്തിവിടുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിനനുസരിച്ച് ഈ അയൺ പീസ് ആ ഇലക്ട്രോ മാഗ്നറ്റിക്കിന് അടുത്തേക്കായി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതായത് ഈ ഒരു കോയിലാണ് അവിടെ മാഗ്നറ്റായി ഉപയോഗിക്കുന്നത്. അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നത് അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോഴാണ്. സാധാരണയായി രണ്ട് ടൈപ്പ് ഓഫ്
മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉള്ളത്. അതിലെ ആദ്യത്തെ ടൈപ്പ് റിപ്പൾഷൻ അല്ലെങ്കിൽ ഡബിൾ അയൺ ടൈപ്പ്, രണ്ടാമത്തത് അട്രാക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ അയൺ ടൈപ്പ്. അതിലെ ആദ്യത്തെ ടൈപ്പായ റിപ്പൾഷൻ അല്ലെങ്കിൽ ഡബിൾ അയൺ ടൈപ്പ് ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ട് അല്ലെങ്കിൽ ഡബിൾ അയൺ ടൈപ്പിൽ 2 അയൺ പീസുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അടുത്ത് 2 അയൺ പീസുകൾ അടുത്തടുത്തായി വെക്കുകയാണെങ്കിൽ ഇവ പരസ്പരം റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഈ ഒരു റിപ്പൾഷനെ അനുസരിച്ചായിരിക്കും. റിപ്പൾഷൻ അല്ലെങ്കിൽ ഡബിൾ അയൺ ടൈപ്പിൽ നമുക്ക് ഫിഗറിൽ കാണാൻ കഴിയും. ഒരു ഫിക്സഡ് സിലിണ്ടറിക്കൽ കോയിൽ വെച്ചിട്ടുണ്ട്. അതിന് സമീപത്തായി ഒരു മൂവിങ് അയൺ വെയിൻ അല്ലെങ്കിൽ മൂവിങ് അയൺ പീസും അതുപോലെ ഒരു ഫിക്സഡ് അയൺ വെയിനും വെച്ചിട്ടുണ്ട്. ഇതിലെ ഫിക്സഡ് ആയ സിലിണ്ടറിക്കൽ കോയിലിലേക്ക് ആണ് നമ്മൾ ഏത് കറണ്ടാണോ അല്ലെങ്കിൽ ആ സർക്യൂട്ട് കറണ്ട് മെഷർ ചെയ്യേണ്ടത്, ആ കറണ്ട് ഈ ഫിക്സഡ് സിലിണ്ടറിക്കൽ കോയിലിലേക്ക് കടത്തിവിടുന്നു. അതിന് 2 ടെർമിനലുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കറണ്ട് കടത്തിവിടുമ്പോൾ ഈ ഫിക്സഡ് സിലിണ്ടറിക്കൽ കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്നു. ഇലക്ട്രോ മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഇതിനടുത്തായി വെച്ചിരിക്കുന്ന 2 അയൺ പീസുകൾ, അതിലെ ഒരു അയൺ പീസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, മറ്റ് അയൺ പീസ് എന്ന് പറയുന്നത് മൂവബിൾ ആയിരിക്കും. ഈ മൂവബിൾ ആയ അയൺ വെയിൻ അല്ലെങ്കിൽ അയൺ പീസിനോട് ഒരു ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഷാഫ്റ്റിന് എൻഡിലായി ഒരു പോയിന്ററും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ പോയിന്ററാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറമേക്ക് കാണാൻ കഴിയുന്നത്. ഈ പോയിന്റർ ഉപയോഗിച്ചാണ് റീഡിംഗ് എടുക്കുന്നത്. ഇവിടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് സിലിണ്ടർ കോയിലിലേക്ക് നമ്മൾ കറണ്ട് കടത്തിവിടുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നു. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം ഈ 2 അയൺ പീസുകളും തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. അതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിനടുത്തായി 2 സോഫ്റ്റ് അയൺ പീസുകൾ വെക്കുകയാണെങ്കിൽ അവ പരസ്പരം റിപ്പൽ ചെയ്യും എന്നത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അത് കാരണം ഈ ഒരു 2 അയൺ പീസും തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു അയൺ പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അയൺ വെയിൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് കാരണം തന്നെ മൂവിങ് അയൺ പീസ് എന്ന് പറയുന്നത് സർക്കുലർ ആയ രീതിയിൽ അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ് ഉണ്ട്, അതുപോലെ ഒരു പോയിന്ററും ഉണ്ട്. ഈ മൂവിങ് അയൺ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം പോയിന്ററും അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന കാരണം നമുക്ക് റീഡിംഗ് എടുക്കാൻ കഴിയുന്നു. ഇവിടെ സ്പ്രിങ് കൊടുത്തിട്ടുള്ളത് ഇതിനെ പഴയ രീതിയിലേക്ക്, അതായത് 0 കറണ്ട് റീഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ അയൺ ടൈപ്പ് ഓഫ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ 2 അയൺ പീസുകൾക്ക് പകരം ഒരൊറ്റ അയൺ പീസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള കോയിലിന് അടുത്തായി ഈ അയൺ പീസ് വയ്ക്കുന്നു. ഈ അയൺ പീസിനായി ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പോയിന്ററാണ് നമുക്ക് സ്കെയിൽ റീഡിങ്സ് തരുന്നത്. ഈ പോയിന്ററിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്, മൂവിങ് അയൺ പീസ്
ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് അടുത്ത് വയ്ക്കുമ്പോൾ അത് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ ഒരു അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കോയിലിലേക്ക് നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായി മാറുന്നു. അതുകാരണം തന്നെ കോയിലിന് അടുത്തായി വെച്ചിരിക്കുന്ന മൂവിങ് അയൺ പീസ് അതിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് ഈ മൂവിങ് അയൺ പീസുമായി ബന്ധിപ്പിച്ച പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഫിഗറിൽ നമുക്കറിയാം അവിടെ ഒരു കൺട്രോൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിനെ 0 പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കൺട്രോൾ വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു 2 ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൽ ഉള്ളത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസ് ആണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ സാധാരണയായി അയൺ പീസാണ് മൂവ് ചെയ്യാറുള്ളത്. ഇവിടെ കോയിൽ ആണ് മൂവ് ചെയ്യുന്നത്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. The instrument in which the coil rotates between the magnetic field of the permanent magnet for measuring the DC. Such type of instrument is known as moving coil instruments. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് AC കറണ്ടും അതുപോലെ DC കറണ്ടും ഒരുപോലെ മെഷർ ചെയ്യാൻ കഴിയും. പക്ഷേ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് DC കറണ്ട് മാത്രമേ മെഷർ ചെയ്യാൻ കഴിയുകയുള്ളൂ. It works on the principle that the force acting on the coil places between the magnetic field of the permanent magnet, and because of this magnetic field the coil rotates. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ കോയിലിലേക്ക് കറണ്ട് കടത്തിവിടുന്നതിനനുസരിച്ച് ആ കോയിൽ ഇലക്ട്രോ മാഗ്നറ്റായി മാറുകയും അതിന് അടുത്തായി വയ്ക്കുന്ന അയൺ പീസ് ഒന്നുകിൽ അതിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ 2 അയൺ പീസാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇവ പരസ്പരം റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരുന്നത്. അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെർമനൻ്റ് മാഗ്നറ്റ് ആണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ 2 പോളുകളുണ്ട്, നോർത്ത് പോൾ, സൗത്ത് പോൾ. അതിന് സെൻട്രലായി ഒരു കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നു, കോയിൽ വെച്ചിരിക്കുന്നു. കോയിലിന് ചുറ്റും ഒരു അലുമിനിയം ഫോർമർ ഉണ്ട്. സോഫ്റ്റ് അയൺ കോറിന് ചുറ്റുമായി ഒരു അലുമിനിയം ഫോർമർ. ആ അലുമിനിയം ഫോർമറിലാണ് കോയിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സ്പിൻഡിലുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സ്പിൻഡിലിൻ്റെ 2 എൻഡിലുമായി 2 സ്പ്രിങ്ങുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് ഒരു അപ്പർ കൺട്രോൾ സ്പ്രിങ്ങും രണ്ടാമത്തത് ലോവർ കൺട്രോൾ സ്പ്രിങ്. അതുപോലെ ഈ സ്പിൻഡിലുമായി ഒരു പോയിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ പോയിൻ്റർ ഉപയോഗിച്ചാണ് നമുക്ക് റീഡിംഗ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് മെഷർ ചെയ്യപ്പെടേണ്ട കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ 2 സ്പ്രിങ്ങുകൾ വഴി സോഫ്റ്റ് അയൺ കോറിലേക്കാണ്. അതായത് പോസിറ്റീവ് ടെർമിനൽ അപ്പർ കൺട്രോൾ സ്പ്രിങ്ങിലേക്കും നെഗറ്റീവ് ടെർമിനൽ ലോവർ കൺട്രോൾ സ്പ്രിങ്ങിലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് സോഫ്റ്റ് അയൺ കോർ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നത് കാരണം തന്നെ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു കറണ്ട്, അതായത് നമ്മൾ സോഫ്റ്റ് അയൺ കോറിലേക്ക് പാസ് ചെയ്യപ്പെട്ട കറണ്ടിനനുസരിച്ച് റീഡിംഗ് കാണിക്കുന്നു. ഇവിടെ സോഫ്റ്റ് അയൺ കോർ ഉൾപ്പെടെയുള്ള സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ അനുസരിച്ചാണ് പോയിൻ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. എ കോയിൽ ഓഫ് തിൻ വയർ ഈസ് മൗണ്ടഡ് ഓൺ ആൻ അലുമിനിയം ഫ്രെയിം
positioned between the poles of a U-shaped permanent magnet. The current is fed to the coil through spiral springs which are 2 in numbers. രണ്ട് സ്പ്രിങ്ങുകളാണ്, ഒരു അപ്പർ കൺട്രോൾ സ്പ്രിങ്ങും അതുപോലെ ഒരു ലോവർ കൺട്രോൾ സ്പ്രിങ്ങുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. The coil which carries a current which is to be measured moves in a strong magnetic field produced by a permanent magnet, and a pointer is attached to the spindle which shows the measured value. When a current flows through the coil, it generates a magnetic field which is proportional to the current in case of an ammeter. The deflecting torque is produced by the electromagnetic action of the current in the coil and the magnetic field. ഈ സ്പിൻഡിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോറിലേക്ക് നമ്മൾ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം ഈ ഒരു അയൺ കോറിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ആക്ഷൻ വഴി അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൽ തന്നെയാണ് നമ്മൾ DC മോട്ടോറുകളിലും AC മോട്ടോറുകളിലും ഉപയോഗിച്ചിരുന്നത്. ഇതേ വർക്കിംഗ് പ്രിൻസിപ്പൽ തന്നെയായിരുന്നു. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. സ്പിൻഡിലുമായി ബന്ധിപ്പിച്ച പോയിന്റർ അതോടൊപ്പം ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതാണ് പെർമനന്റ് മാഗ്നെറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. When the torques are balanced, the moving coil will stop and its angular deflection represents the amount of electric current to be measured against a fixed reference called a scale. ഇവിടെ രണ്ട് തരത്തിലുള്ള ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്കും മറ്റൊന്ന് കൺട്രോളിംഗ് ടോർക്കും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് by the electromagnetic action of the current in the coil and the magnetic field. Controlling torque എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഹെലിക്കൽ സ്പ്രിങ്ങുകൾ ഉപയോഗിച്ചാണ് കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് this torque is produced by the spring action and opposes the deflection torque so as the pointer can come to rest at the point where these two torques are equal. പോയിന്റർ സ്കെയിൽ റീഡിങ്ങിലെ ഒരു പോയിന്റിൽ വന്ന് റെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ടോർക്കും സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്പ്രിങ് ടോർക്കും തമ്മിൽ ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രമേ പോയിന്റർ ഒരു സർട്ടൈൻ പൊസിഷനിൽ വന്ന് റെസ്റ്റ് ചെയ്യുകയുള്ളൂ. ആ പൊസിഷൻ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ഓഫ് ദ പെർമനന്റ് മാഗ്നെറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഈ ഒരു രണ്ട് ടൈപ്പാണ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ AC അതുപോലെ DC രണ്ടും മെഷർ ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിലാണെങ്കിൽ DC കറണ്ട് മാത്രമേ മെഷർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്.